സ്വാഗതം ആശംസിക്കുക എന്നുള്ള ഒരു കടമയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അതിനു മുമ്പായി ഇവിടെ നടക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് വളരെ എളുപ്പത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ചിട്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. സമയം 3 മണിക്ക് തന്നെ പ്രോഗ്രാം ആരംഭിക്കുന്ന തരത്തിൽ 2-2:30 ഇടയ്ക്കുള്ള സമയങ്ങൾ വന്ന വൗച്ചറുകൾ ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞ് നിങ്ങളത് പാലിച്ചതിൽ ആദ്യമുള്ള സന്തോഷം അറിയിക്കുന്നു. 3 മണിക്ക് തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 2006 മുതൽ ഐക്കോൺ എന്ന് പറയുന്ന ഓർഗനൈസേഷനുമായി ഗ്രേസ് സോഷ്യൽ സർവീസ് സൊസൈറ്റി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. 2006 മുതൽ 21 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് ഗ്രേസിലൂടെ അത് നടപ്പിലായി. ദൈവാനുഗ്രഹത്താൽ ഐക്കോൺ ഇന്ന് 350ഓളം കുഞ്ഞുങ്ങൾക്കായിട്ട് ഏതാണ്ട് 30 ലക്ഷത്തിലധികം രൂപ വിതരണം ചെയ്യുന്നു. ഈ വർഷം തന്നെ 4 സ്ഥലങ്ങളിലായിട്ടാണ് ഇതിൻ്റെ വിതരണം നടന്നത്. ഒന്ന് ബഹുമാനപ്പെട്ട PA ഫിലിപ്പച്ചൻ്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വെച്ച് കഴിഞ്ഞ മാസത്തിൽ ഒരു വിതരണം നടന്നു. അതുപോലെ തന്നെ ജനുവരി 19-ാം തീയതി പാലക്കാട്ട് വെച്ച് അഭിനന്ദനായ മെലിത്യോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഒരു വിതരണം നടന്നു. അഭിനന്ദനായ പോളിക്കാർബോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12-ാം തീയതി അങ്കമാലിയിൽ വെച്ചും ഒരു വിതരണം നടന്നു. ഇന്ന് അഭിനന്ദനായ തെവോദോസ് തിരുമേനസിൻ്റെ സാന്നിധ്യത്തിൽ 4ാമത്തെ വിതരണം ഇന്ന് നടക്കുകയാണ്. ഐക്കോൺ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 12,000-ഓളം അംഗങ്ങൾ ചേർന്നുള്ള ഒരു സന്നദ്ധ സംഘടനയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സന്മനസ്സുള്ളവരായിരിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേരുവാനും മനസ്സുള്ള ആളുകളുടെ നെറ്റ്വർക്കിലൂടെയുള്ള ഒരു ഓർഗനൈസേഷനാണ് ഐക്കോൺ എന്ന് പറയുന്നത്. ആ ഐക്കോണിലേക്ക് നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ ഞങ്ങൾ അവിടേക്ക് അയച്ചു കഴിയുമ്പോൾ അവരത് ഇൻ്റർനെറ്റ് മുഖാന്തരം സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ മുഖാന്തരം കളക്ട് ചെയ്യുന്ന പണം ഗ്രേസ് സൊസൈറ്റിയിലൂടെ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവർ നിശ്ചയിച്ച് തുക തരുമ്പോൾ അതാണ് വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ 2006 തുടങ്ങിയപ്പോൾ 1000 രൂപയിൽ തുടങ്ങിയത് ഇന്ന് ഏറ്റവും ചുരുങ്ങിയ തുക 5000-ഉം അത് 15,000 വരെയും വളരെ എക്സലൻ്റായും പ്രത്യേക കോഴ്സുകളും ക്രമീകരിച്ച് 20,000 രൂപയും ഇന്ന് ഐക്കോൺ കൊടുക്കാൻ തക്കവണ്ണം ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ 353 കുട്ടികൾക്കാണ് ഈ വർഷം ഐക്കോണിലൂടെ ഈ സ്കോളർഷിപ്പ് ലഭ്യമാക്കിയിരിക്കുന്നത്. ഇതിന് അനേകം ആളുകൾ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. രാത്രിയുടെ യാമങ്ങളിലാണ് കൂടുതലും അധ്വാനങ്ങളും ജോലികളും. നമുക്കറിയാം, വിദേശത്തുള്ള ആളുകൾ കേരളത്തിലെ പോലെ ജോലികളല്ല. കൃത്യമായ സമയം മുഴുവനും പണിയെടുക്കണം. അങ്ങനെ പണിയെടുത്തതിന് ശേഷം വീട്ടിൽ വന്ന് വിശ്രമിക്കുന്നതായ സമയത്താണ് ഇപ്രകാരമുള്ള ജോലികൾ അവർ ചെയ്യുന്നത്. അങ്ങനെ ജോലികൾ ചെയ്ത് അവർ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതിലൊരുപാട് ആളുകൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. 12,000-ഓളം അംഗങ്ങളുണ്ടെങ്കിൽ ഇതുവരെയും പരസ്പരം പലരും തമ്മിൽ കണ്ടിട്ടില്ല. നെറ്റ്വർക്കിലൂടെ മാത്രമുള്ള ബന്ധത്തിലൂടെയാണിത്. ഇവിടെ ലഭിക്കുന്നതായ ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ഐക്കോണിൽ ചെല്ലുന്നതുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടാകും. ഇവിടെ നടക്കുന്ന വീഡിയോയും ഒക്കെ ഇന്ന് തന്നെ അമേരിക്കയിൽ ഇതവിടെ ചെല്ലും. അപ്പോൾ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അവർക്കറിയാവുന്നതുകൊണ്ട് ഗ്രേസിൻ്റെ പ്രവർത്തനങ്ങളെ അവർ വളരെയധികം മാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഐക്കോണിൽ നിന്നും നമുക്ക് തരുന്ന സഹായങ്ങളെ മാത്രമല്ല, അവരുടെ അധ്വാനങ്ങളെയാണ് ഞാൻ പ്രത്യേകമായിട്ട് പ്രകീർത്തിക്കും. പണം ആർക്കും കൊടുക്കാൻ സാധിക്കും, പക്ഷേ പണം കൊടുക്കാനുള്ള മനസ്സും അത് ക്രമീകരിച്ച് വിതരണം ചെയ്യാനുള്ളതായ ഉത്സാഹവും താല്പര്യവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണം ഉണ്ടെങ്കിലും കൊടുക്കാൻ മാർഗമില്ലാത്ത ആളുകളുമുണ്ട്. അപ്പോൾ ഇപ്രകാരം പണം കളക്ട് ചെയ്ത് സാധുക്കളെ സംരക്ഷിക്കുക. ഇവിടെ എക്സലൻ്റ് അവാർഡ് എന്ന നിലയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സ്കോളർഷിപ്പിനോടൊപ്പം തന്നെ ഒരു സർട്ടിഫിക്കറ്റും ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. ഐക്കണിൻ്റെ പ്രത്യേകിച്ച് ബാബ തിരുമേനിയുടെ ഒപ്പോടുകൂടിയ ഒരു സ്കോളർഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പഠനത്തെ കൊണ്ടുള്ളതാണ്.
അപ്പം തുടർന്നും നിങ്ങൾ നല്ല നിലയിൽ പഠിച്ച് വളർന്ന് മിടുക്കരായി ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരണമെന്നുള്ള ലക്ഷ്യമാണ് ഐക്കണുള്ളത്. നിങ്ങൾ ഓരോരുത്തരും സ്കോളർഷിപ്പ് വാങ്ങിക്കുന്നവരൊക്കെയും പഠിച്ച് മിടുക്കരായി നല്ല ഉന്നത സ്ഥാനങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അവർ ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് മറ്റുള്ള സാധുക്കളായിരിക്കുന്ന ആളുകളെ, മറ്റുള്ളവരെ വേണ്ടവണ്ണം സഹായിക്കണം, സഹകരിക്കണം, അവരോട് വളരെ താതാത്മ്യപ്പെട്ട് പെരുമാറണം എന്നുള്ളതാണ് ഐക്യൻ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുവാണ്. ഐക്യൻ്റെ എല്ലാ പ്രവർത്തകരെയും പ്രത്യേകം നന്ദിപൂർവ്വം ഞാനിവിടെ ഓർക്കുകയും ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് കഴിഞ്ഞ 25-ാം തീയതി നടത്തുവാൻ തക്കവണ്ണം തീരുമാനിച്ചിരുന്നെങ്കിലും ഹർത്താൽ പ്രഖ്യാപിച്ചത് മുഖാന്തരം അത് നടന്നില്ല. പല ആളുകളും, പ്രത്യേകിച്ച് അച്ഛനൊക്കെ ഈ പ്രോഗ്രാമിലേക്ക് പകുതി വഴി യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വിവരം അറിയുന്നത്. എങ്കിലും വീണ്ടും നമ്മളുള്ളതായ സ്നേഹപൂർവ്വം അച്ഛനൊക്കെ ഇവിടെ കടന്നു വന്നതാണ്. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം 25-ാം തീയതി മാറ്റി പല ഡേറ്റുകളും നോക്കിയെങ്കിലും നമുക്ക് സൗകര്യമായിട്ടുള്ള ഡേറ്റ് കിട്ടിയില്ല. എങ്കിലും വളരെ അടുത്ത് തന്നെ ഇത് വിതരണം ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. അപ്പം തിരുമനസിൻ്റെ സമയവും സന്ദർഭമൊക്കെ നോക്കിയപ്പോൾ ഇന്നത്തെ ദിവസമാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ ക്രമീകരിച്ചത്. നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷനായിരിക്കുന്നത് അഭിമന്യ മാത്യൂസ് മാർ തേവോദോസുസ് തിരുമനസ്സുകൊണ്ടാണ്. അദ്ദേഹം ഇടുക്കി ഭദ്രാസനത്തിൻ്റെ അധിപനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മലങ്കര സഭയുടെ സ്കൂളുകളുടെയൊക്കെയും കോർപ്പറേറ്റ് മാനേജരായിട്ടും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, തിരുമേനിയെ സംബന്ധിച്ച് വളരെയധികം തിരക്കുള്ള ഒരു ആളാണ്. ഇന്ന് കടമ്പനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞ് യാത്ര ചെയ്താണ് ഇവിടെ എത്തിച്ചേർന്ന് നമുക്ക് വേണ്ടിയിട്ട് വന്നത്. ഗ്രേസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നോക്കിക്കാണുകയും അതിനെ ശ്ലാഘിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളെ മാനിക്കുകയും വേണ്ട എല്ലാ സപ്പോർട്ടുകളും നൽകുകയും അതിൻ്റെ ഉന്നതമായ വിജയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളും ഞങ്ങളെ സ്നേഹപൂർവ്വം ഉപദേശിക്കുകയും നല്ല നിർദ്ദേശങ്ങൾ തരികയും ഒക്കെ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന തിരുമനസ്സുകൊണ്ട് ഇന്ന് നമുക്ക് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച് നമ്മെ അനുഗ്രഹിക്കുകയാണ്. അദ്ദേഹം തന്നെയാണ് ഗ്രേസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റും. അഭിമന്യ ഇടവമെത്രാപ്പോലീത്ത തിരുമനസ്സിനെ ഈ യോഗത്തിലേക്ക്, പ്രത്യേകിച്ച് ഐക്കോൺ സ്കോളർഷിപ്പ് വിതരണത്തിലേക്ക് വളരെ ഭക്തി ആദരവോടുകൂടി എല്ലാവരുടെയും നാമത്തിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛൻ ഒരു വർഷം ഇവിടെ വന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമുണ്ടായിട്ടുണ്ട്. KM ജോർജ് അച്ഛനെ കുറിച്ച് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന എൻ്റെ വിചാരം, മലങ്കര സഭയിലെ പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛൻ. WCCയിലൊക്കെ പ്രവർത്തിക്കുകയും വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പളായിരിക്കുകയും ഒരുപാട് തിയോളജിക്കലായുള്ള പുസ്തകങ്ങൾ രചിക്കുകയും നല്ല ക്ലാസ്സുകളും പ്രസംഗങ്ങളും ഒക്കെ നടത്തി മലങ്കര സഭയെ ധന്യമാക്കുന്ന ഒരു വന്യ വൈദിക ശ്രേഷ്ഠനാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ KM ജോർജ് അച്ഛൻ. എൻ്റെ ഗുരുനാഥനും കൂടിയാണ്. ഞാൻ സെമിനാരിയിൽ പഠിച്ചപ്പോൾ 3 പണ്ഡിതന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അത് 2 പണ്ഡിതന്മാരും കാലയവനിക്കുള്ളിൽ മറിഞ്ഞുപോയി. അതിലൊരു പണ്ഡിതൻ്റെ 4 വർഷം ഞാൻ പഠിച്ചിട്ട് 1 മണിക്കൂർ മാത്രമാണ് എനിക്ക് ക്ലാസ് കിട്ടിയത്. അത് ഇപ്പോഴും പച്ചയായി മനസ്സിൽ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛൻ്റെ ക്ലാസ്സുകൾ പലതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എസ്തെറ്റിസമൊക്കെ ക്ലാസ്സുകളൊക്കെ പഠിപ്പിച്ചതൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ക്ലാസ് മനസ്സിൽ നിൽക്കുകയാണ്. അത്രമാത്രം ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ നമ്മൾ ചിന്തിക്കാൻ അപ്പുറമായി ദൈവികമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുവാന്നൊക്കെ വേണം. ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞ ഒരു വന്യ വൈദിക ശ്രേഷ്ഠനാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ KM ജോർജ് അച്ഛൻ. അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിംഗ് വരാൻ സമ്മതിച്ചു. പകുതി വഴി വന്നപ്പോഴാണ് ഈ പ്രോഗ്രാം ക്യാൻസലായെന്ന് അറിയുന്നത്. ശാരീരികമായിരിക്കുന്ന ചില ക്ലേശങ്ങളൊക്കെ അച്ഛനുണ്ട്. ഒറ്റയടിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇന്ന് കുർബാന കഴിഞ്ഞിട്ട് പ്രോഗ്രാം ഉണ്ടെന്ന് തന്നെ അറിയിച്ചിരുന്നെങ്കിലും നമ്മളുള്ള സ്നേഹവും വാത്സല്യവും താല്പര്യവും നിമിത്തം അതിനായി അച്ഛൻ നമ്മുടെ ഒപ്പം വന്ന് നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഈ സമ്മേളന ഉദ്ഘാടനത്തിനായി ഏറ്റവും സ്നേഹബഹുമാനത്തോടുകൂടെ ജോർജ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട FA ഫിലിപ്പച്ചൻ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ
HRM, ഹ്യൂമൻ റിസോഴ്സ് എംപവർമെൻറ്റ് എന്ന് പറയുന്നതായ ഒരു പ്രോഗ്രാമിൻ്റെ ചെയർമാനായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. സ്ത്രീ ശക്തി ശാക്തീകരണത്തെക്കുറിച്ചും മാനവ വിഭവ ശേഷി വർദ്ധവിനെക്കുറിച്ചും ഒക്കെയുള്ള നല്ല നല്ല ക്ലാസ്സുകളും കുടുംബ നവീകരണത്തിന് വേണ്ടിയുള്ളതായ ക്ലാസ്സുകളും നല്ല പുസ്തകങ്ങളൊക്കെ രചിക്കുകയും നല്ല ക്ലാസ്സുകളൊക്കെ നയിക്കുകയും ചെയ്ത് നമ്മുടെ സഭയെ തന്നെ ധന്യമാക്കുന്ന ഒരു വന്യ വൈദികനാണ് ബഹുമാനപ്പെട്ട FA ഫിലിപ്പച്ചൻ. അച്ഛനും ഇതുപോലെ ചാരിറ്റി കാര്യത്തിലുമൊക്കെ വളരെ താല്പര്യത്തോട് പ്രവർത്തിക്കുന്നത്. അച്ഛൻ്റെ മാത്രം പരിശ്രമമാണ് കോട്ടയത്ത് കഴിഞ്ഞ ദിവസം 7 ലക്ഷം രൂപയോളം വിദ്യാർത്ഥികൾക്കായിട്ട് കൊടുക്കുവാനായിട്ട് സാധിച്ചു. അച്ഛൻ്റെ ഒറ്റ പരിശ്രമമാണ്. അങ്ങനെ എല്ലാ തരത്തിലും നല്ല ഈ പ്രവർത്തിച്ചു വരുന്ന അച്ഛനും നമ്മുടെ ഈ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുക്കണമെന്ന് അച്ഛനോട് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സ്നേഹത്തോടെ അവരതൊന്ന് സമ്മതിച്ചു. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് ഒരു പ്രോഗ്രാം ഡൽഹിയിൽ വന്നിട്ട് പോലും അത് മാറ്റിവെച്ചാണ് പ്രോഗ്രാമിലേക്ക് വരാൻ തീരുമാനിച്ചു. അപ്രതീക്ഷിതമായ ഹർത്താൽ വന്നുകൊണ്ട് അച്ഛൻ അത് മാറ്റിവെക്കണമെങ്കിലും ഇന്ന് അച്ഛൻ കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രത്യേകമായിട്ട് ക്രമീകരിച്ച് അച്ഛൻ വന്നിരുന്നു. ബഹുമാനപ്പെട്ട PA ഫിലിപ്പച്ചനെ വളരെ സ്നേഹാദരവോടുകൂടി ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗ്രേസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യാക്കോസ് വർഗീസച്ചൻ എല്ലാവർക്കും സുപരിചിതനാണ്. അയ്യപ്പൻകോവിൽ സെൻറ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. ഗ്രേസിൻ്റെ നല്ല നടത്തിപ്പിന് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്ന് നമ്മെ നയിക്കുന്നു. ഗ്രേസിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ സ്നേഹാദരവോടുകൂടി നമ്മുടെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഗ്രേസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായിരിക്കുന്ന ഡോക്ടർ രാജു ഫിലിപ്പ്, ബഹുമാനപ്പെട്ട CK ജേക്കബ്, ബഹുമാനപ്പെട്ട ജയൻ ഗുരുവിള, ബഹുമാനപ്പെട്ട C തോമസ്, ട്രഷറർ ഗ്രേസ് സൊസൈറ്റി, ഇങ്ങനെ ശ്രീ ME ജേക്കബ് മൂലശ്ശേരിൽ മുന്നോട്ട് വരണമെന്ന കാര്യം ഓർപ്പിക്കുന്നു. ഇവരെല്ലാവരും ഈ ഗ്രേസിൻ്റെ പ്രവർത്തനത്തിൽ വളരെ സജീവരായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇനിയും 3-4 ഡയറക്ടർ ബോർഡ് അംഗങ്ങളുണ്ട്. എല്ലാവരും യാത്രയിലും സുഖമില്ലാതിരിക്കുന്നവരുമായതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേരാതെ വന്നത്. ബഹുമാനപ്പെട്ട എല്ലാവരെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എല്ലാവരെയും വളരെ സ്നേഹാദരവോടുകൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം കവർ ചെയ്ത് തരത്തക്ക തരത്തിൽ എത്തിച്ചേരുന്ന ശ്രീ രാജു, അദ്ദേഹം കോട്ടയത്ത് നിന്ന് ബഹുമാനപ്പെട്ട അച്ഛന്മാരോടൊപ്പം യാത്ര ചെയ്ത് ഇവിടെ വന്നുചേർന്നിരിക്കുന്നു. അദ്ദേഹം നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ ഈ ക്യാമറയിൽ പകർത്തി ഇതെത്തേണ്ട സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചു കൊടുത്ത് നമ്മളെ ധന്യരാകുന്നതാണ്. അദ്ദേഹത്തെയും വളരെയധികം സ്നേഹാദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിറങ്ങിയ പ്രിയപ്പെട്ടവരായ നിങ്ങളെ ഓരോരുത്തരെയും ഈ സ്കോളർഷിപ്പ് അവാർഡ് വാങ്ങുവാൻ തക്കവണ്ണം അർഹരായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും വന്നിയ എല്ലാ സഹോദരങ്ങളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഗ്രേസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി മുന്നോട്ട് പോകാൻ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവരെയും